we can check another application in Android. Okay, so line draw എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദിസ് ഇസ് ദ ഔട്ട്പുട്ട് സ്ക്രീൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടാവും, എൻഡിങ് പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ എവിടെയാണോ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നത് അവിടെയൊക്കെ അടുത്തൊരു ലൈനെ ജനറേറ്റ് ചെയ്യുക. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഓൾറെഡി വരച്ചിട്ടുള്ള ലൈനിൻ്റെ എൻഡ് പോയിൻറ്റിൽ നിന്നും എവിടേക്കാണോ ടച്ച് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു പോയിൻറ്റിലോട്ട് ഒരു ലൈന് ജനറേറ്റ് ചെയ്യും. സോ ഇപ്പോൾ ഉള്ളൊരു ലൈനിൻ്റെ എൻഡിങ് പോയിൻറ്റ് ദാറ്റ് വിൽ ആക്ട് ആസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഓക്കെ, സോ സ്ക്രീനിൻ്റെ അടുത്തൊരു പൊസിഷനിൽ ടച്ച് ചെയ്യുകയാണ്, അവിടേക്ക് ആ ലൈൻ ഫോമായി. ഓക്കെ, സോ ഇപ്പോൾ ടച്ച് ചെയ്ത പൊസിഷനായിരിക്കും ഇനി അടുത്ത ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യുക. ദിസ് ഈസ് ദ ആപ്ലിക്കേഷൻ. കോഡ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്തും XML പേജ് ഇല്ല, ജാവ കോഡ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന നമ്മുടെ ആക്ടിവിറ്റി ക്ലാസ്സിൻ്റെ അകത്ത് ഞാനൊരു 4 ഫ്ലോട്ടിംഗ് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. XY, X1 ആൻഡ് Y1. X is equal to 100 ആണ്, Yയുടെ വാല്യൂ 100 ആണ്, X1ൻ്റെ വാല്യൂ 400ഉം Y1ൻ്റെ വാല്യൂ 400ഉം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കറിയാം സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഒരു സ്ക്രീനിൻ്റെ അകത്ത് XY ആക്സിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻഡ് പോയിൻറ്റിനെയും സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സും വൈയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്, X1 Y1 റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻഡിങ് പോയിൻറ്റിനെയാണ്. ഓക്കെ, ദെൻ ക്ലാസ്സിൻ്റെ അകത്ത് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഓൺ ക്രിയേറ്റ് മെത്തേഡിൻ്റെ അകത്ത് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന സൂപ്പർ ഡോട്ട് ഓൺ ക്രിയേറ്റ് മെത്തേഡ് കോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറ്റ് കണ്ടൻറ്റ് വ്യൂവിനെയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് കണ്ടൻറ്റ് വ്യൂവിൻ്റെ അകത്ത് ഒരു വ്യൂ, മൈ വ്യൂ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയാണ് കോൾ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു മെയിൻ ആക്ടിവിറ്റി ക്ലാസ്സിൻ്റെ അകത്ത് ഞാനൊരു മൈ വ്യൂ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം ദ വ്യൂ ക്ലാസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ മൈ വ്യൂ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെയാണ് സെറ്റ് കണ്ടൻറ്റ് വ്യൂ. XML പേജ് ഇല്ല, സോ മൈ വ്യൂ ക്ലാസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കേണ്ടത്. അതാണ് സെറ്റ് കണ്ടൻറ്റ് വ്യൂ. വിത്തിൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ന്യൂ മൈ വ്യൂ ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് മൈ വ്യൂ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, പാരാമീറ്ററായിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. ദെൻ മൈ വ്യൂ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് എന്താ കൊടുത്തിട്ടുള്ളത്, മൈ വ്യൂ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടറിനെ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സൂപ്പർ ഓഫ് കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന സൂപ്പർ മെത്തേഡിനെ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു ഓൺ റോ എന്ന് പറയുന്ന വ്യൂ ക്ലാസ്സിൻ്റെ മെത്തേഡിനെ ഇവിടെ ഓവർ റൈഡ് ചെയ്തിട്ടുണ്ട്. സോ ബിഫോർ ദാറ്റ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, എപ്പോഴേക്കും വന്നോളും. ഇപ്പോൾ പബ്ലിക്കോ പ്രൊട്ടക്റ്ററോ ഏത് കീവേഡാണോ ആ കീവേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഒരു പബ്ലിക് കൊടുത്തു ഞാൻ, പബ്ലിക് വോയിഡ്, ദെൻ ഓൺ ഡ്രോ മെത്തേഡ് കോൾ ചെയ്യുക. ഓക്കെ, ഓൺ ഡ്രോ എന്നുള്ള മെത്തേഡ് വിത്ത് ക്യാൻവാസ് ഒബ്ജക്റ്റ് സെക്കൻഡ് വൺ എടുത്തു. സോ അതിൻ്റെ ഡെഫിനേഷൻ ബൈ ഡിഫോൾട്ട് അവിടെ വന്നിട്ടുണ്ട്. വിത്തിൻ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് എന്താണോ കോഡ് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, കമൻറ്റ് ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഓൺ ഡ്രോ മെത്തേഡിൻ്റെ അകത്ത് സൂപ്പർ ഡോട്ട് ഓൺ ഡ്രോ ഓഫ് ക്യാൻവാസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാകും. അതിന് ശേഷം പെയിൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മളൊരു ക്യാൻവാസിൻ്റെ അകത്ത് പെയിൻറ്റ് ഒബ്ജക്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഗ്രാഫിക്സ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പെയിൻറ്റിൻ്റെ ഒബ്ജക്റ്റ് PA ഞാൻ ക്രിയേറ്റ് ചെയ്തു. പെയിൻറ്റ് P ഈസ് ഈക്വൽ ടു ന്യൂ പെയിൻറ്റ് മെത്തേഡ് വിളിച്ചു. ദെൻ സെറ്റ് കളർ എന്ന് പറയുന്നത് കളർ ഡോട്ട് റെഡ് വെച്ചു. ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ലൈനിൻ്റെ സ്ട്രോക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 40 എന്നുള്ളൊരു വാല്യൂ വെച്ച് സെറ്റ് ചെയ്തു. P ഡോട്ട് സെറ്റ് സ്ട്രോക്ക് വിഡ്ത്ത് 40. ദെൻ ക്യാൻവാസ് ഡോട്ട് ഡ്രോ ലൈൻ മെത്തേഡ് ഉപയോഗിച്ചു. അതിൻ്റെ അകത്ത് 5 ആർഗ്യുമെൻറ്റ്സ് ആണ് പോകുന്നത്. ലൈനാണ് ഡ്രോ ചെയ്യേണ്ടത്, സ്റ്റാർട്ടിംഗ് പൊസിഷൻ്റെ XY വാല്യൂ, സിമിലർലി എൻഡിങ് പൊസിഷൻ്റെ XY വാല്യൂ. ദറ്റ് ഈസ് എക്സും വൈയും സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്, X1 Y1 എൻഡിങ് പോയിൻറ്റിൻ്റെ XY കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, ദെൻ P എന്ന് പറയുന്ന പെയിൻറ്റ് ഒബ്ജക്റ്റിനെയും പാസ് ചെയ്തു. സോ ഇറ്റ് വിൽ ഡ്രോ ദ ലൈൻ. ഓക്കെ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ 100 ആണ്, X1 Y1 വാല്യൂ 400 ആണ്. സോ ആ ഒരു പൊസിഷനിൽ ഒരു ലൈന് ഡ്രോ ചെയ്യും ഈ ഒരു മെത്തേഡ്.
ദെൻ നെക്സ്റ്റ് ഒരു ഓൺ ടച്ച് ഇവൻറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓൺ ഡ്രോ മെത്തേഡ് ചെയ്ത പോലെ തന്നെ ഓൺ ടച്ച് ഇവൻറ്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഡെഫിനിഷൻ ഓവർ ഡെഫിനിഷൻ വന്നോളും. അതിൻ്റെ അകത്ത് കോഡ് എഴുതിയാൽ മതി. ഓക്കെ, ഓൺ ടച്ച് നമ്മുടെ സ്ക്രീൻ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ ടച്ചിനെ ലിസൺ ചെയ്യാനാണ് ഇവിടെ ഓൺ ടച്ച് ഇവൻറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് മോഷൻ ഇവൻ്റാണ് പാസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ഓൺ ടച്ച് ഇവൻറ്റ് അത് വെച്ചിട്ട് ടച്ച് ഇവൻറ്റിനെ നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട്. മോഷൻ ഇവൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോഷൻ ഇവൻറ്റ് റിപ്പോർട്ട്സ് ഇൻപുട്ട് ഡീറ്റെയിൽസ് ഫ്രം ദ ടച്ച് സ്ക്രീനിൽ നിന്നിട്ടുള്ള ഇൻപുട്ട് എവിടെയാണ് ടച്ച് ചെയ്തത് ആ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷനെയാണ് മോഷൻ ഇവൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത്. സ്ക്രീനിൻ്റെ എവിടെയാണോ ടച്ച് ചെയ്തത് ആ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള പൊസിഷനെയാണ് മോഷൻ ഇവൻ്റ് എന്ന് പറയുന്ന ഇവൻ്റ് ഒബ്ജക്റ്റിൽ ഉണ്ടാവുക. ഓക്കെ, ദെൻ XY എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ വാല്യൂസ് ആണ്. അതിനെ പ്രീവിയസ്ലി വരച്ച ലൈനിൻ്റെ എൻഡ് പോയിൻ്റ് ആയിട്ട് അസൈൻ ചെയ്തു. X = X1, Y = Y1. ദെൻ ഇനി അടുത്ത ലൈനിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എവിടെയാണോ സ്ക്രീനിൽ ടച്ച് ചെയ്തത് ആ ടച്ച് ചെയ്ത പോയിൻറ്റിൻ്റെ XY വാല്യൂസാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഷൻ ഇവൻറ്റിൻ്റെ ഒബ്ജക്റ്റായ ഇവൻറ്റ് ഡോട്ട് ഗെറ്റ് എക്സ് മെത്തേഡും ഗെറ്റ് വൈ മെത്തേഡും കോൾ ചെയ്തു. ഓക്കെ, ദാറ്റ് വിൽ റിട്ടേൺ നമ്മൾ എവിടെയാണ് ടച്ച് ചെയ്തത് ആ പൊസിഷൻ്റെ XY വാല്യൂസ് ആയിരിക്കും റീഡ് ചെയ്യുക. ദാറ്റ് വിൽ അസൈൻ ടു X1 ആൻഡ് Y1. ദെൻ നെക്സ്റ്റ് വിളിച്ചിട്ടുള്ളത് ദിസ് ഡോട്ട് ഇൻവാലിഡേറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇൻവാലിഡേറ്റ് മെത്തേഡ് മീൻസ് റീഡ്രോ ഓൺ സ്ക്രീനിൽ റീഡ്രോ ചെയ്യുക ആൻഡ് റിസൾട്ട് ടു എ കോൾ ഓഫ് എ വ്യൂസ് ഓൺ ഡ്രോ മെത്തേഡ്. ദറ്റ് മീൻസ് ഈ ഒരു ദിസ് ഡോട്ട് ഇൻവാലിഡേറ്റ് മെത്തേഡ് ചെയ്യുന്നത് റീഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മെത്തേഡിന് കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് നമ്മുടെ ഓൺ ഡ്രോ മെത്തേഡിനെ കോൾ ചെയ്യും. സോ ഓൺ ഡ്രോ മെത്തേഡിലോട്ട് പോയിട്ട് Xഉം Yയും X1 Y1 വാല്യൂ വെച്ചിട്ട് എഗെയിൻ ലൈൻ ഡ്രോ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇൻവാലിഡേറ്റ് മെത്തേഡ് അവിടെ കോൾ ചെയ്തിട്ടുള്ളത്. ദെൻ റിട്ടേൺ സൂപ്പർ ഡോട്ട് ഓൺ ടച്ച് ഇവൻറ്റ് വീണ്ടും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സൂപ്പർ ഡോട്ട് ഓൺ ടച്ച് ഇവൻറ്റ് വിത്ത് ആർഗ്യുമെൻറ്റ് ഇവൻറ്റ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, റിക്കേഴ്സീവ് മാനറിൽ വീണ്ടും കോൾ ചെയ്യുന്നത്. എവിടേക്ക് ടച്ച് ചെയ്യുന്നു അവിടേക്ക് പുതിയൊരു ലൈൻ ഡ്രോൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ദറ്റ് ഈസ് ദ പ്രോഗ്രാം. ഓക്കെ, ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. ഓക്കെ, ഇവിടെ നമ്മൾ എക്സിൻ്റെ വൈയുടെ വാല്യൂ 100ഉം X1 Y1 വാല്യൂ 400 ആണ്. ആ ഒരു പൊസിഷനിൽ ഒരു ലൈൻ വന്നിട്ടുണ്ട് വിത്ത് റെഡ് കളറാണ്. അതിൻ്റെ വിഡ്ത്ത് 40 ആണ്. ഇനി ഞാൻ സ്ക്രീനിൻ്റെ എവിടെ ടച്ച് ചെയ്യുന്നോ അവിടേക്കായിരിക്കും പുതിയൊരു ലൈൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള 400 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നെക്സ്റ്റ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ താഴെ ഒരു പോയിന്റിൽ തൊട്ടു, അവിടേക്ക് ഒരു ലൈൻ ഡ്രോൺ ആയി വരച്ചു. ഇനി എന്താ വേറൊരു പൊസിഷനിൽ തൊടുമ്പോൾ ഇപ്പോൾ ഉള്ള ലൈനിൻ്റെ എൻഡിങ് പോയിൻറ്റ് ദാറ്റ് വിൽ ബിക്കം ദ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഓഫ് ദ നെക്സ്റ്റ് ലൈൻ. ദറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ.